ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര മഴയാണ് ഇപ്പോൾ എല്ലായിടത്തും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ തേങ്ങാച്ചോറാണ്. നല്ല ടേസ്റ്റാണ്. ഈ കറിയൊന്നും ഇല്ലാതെ നമുക്ക് ഈ തേങ്ങാച്ചോറ് കഴിക്കാം. അതിനായിട്ട് ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു തേങ്ങ, ഒരു ഫുള്ള് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയൊരു തേങ്ങയാണ്. അതിൻ്റെ തേങ്ങ തിരിങ്ങേൻ്റെ പീരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളി കുറച്ചുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതിയും കൂടെ എടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഉലുവ കുറച്ച് മതി, ഒരുപാട് ചേർത്താൽ ഉലുവയുടെ കയ്പ്പ് വരും ചോറിന്. പിന്നെ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഈ അരിയിൽ. അപ്പോൾ നന്നായിട്ട് തിരുമ്മി തേങ്ങാപ്പീരയും അരിയും ഉള്ളിയും ഉപ്പും ഉലുവയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴാണ് ഇതിടുന്നത്. നമ്മൾ അരി എടുത്ത പാത്രത്തിന് 2 ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. നമ്മൾ അരി എടുത്ത ആ കപ്പുണ്ടല്ലോ, ആ കപ്പിൽ 1 കപ്പ് അരി എടുത്തപ്പോൾ അതിൻ്റെ 2 ഇരട്ടി വെള്ളം. ഞാൻ പക്ഷേ ഒരു 1/4 ഭാഗം വെള്ളം കൂടെ അധികം വെച്ചിട്ടുണ്ട്. ചിലപ്പം ചില അരിക്കൊക്കെ നല്ല വേവായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു 2.25 കപ്പ് വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരി ഇട്ടത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്. ഈ വെള്ളത്തിൻ്റെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ ഉപ്പ് നല്ല ഉപ്പാവുന്നത് വരെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ഒരു 10 മിനിറ്റോളം തിളച്ചതിന് ശേഷം ഞാനിത് റൈസ് കുക്കറിലാണ് ഇറക്കി വയ്ക്കുന്നത്. റൈസ് കുക്കറിലൊരു 1 മണിക്കൂർ ഇറക്കി വയ്ക്കും. ശരിക്കും ഇത് മലപ്പുറത്തിൻ്റെ ഒരു സ്പെഷ്യലാണ് ഈ തേങ്ങാച്ചോറെന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് കറികളൊക്കെ റെഡിയാക്കാൻ പോവാണ്. കുറച്ച് പരിപ്പ് വെക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പൊക്കെ വറുത്ത് വെച്ചു. ഇനി ചിക്കനെല്ലാം നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴറ്റി മസാലപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ മസാല കുറച്ച് പുരട്ടി വെച്ചിരുന്ന ചിക്കനൊക്കെ അതിലേക്കിട്ടു. അപ്പോൾ അതും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പും പപ്പടവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ സ്പെഷ്യൽ ചിക്കൻ കറി ഒന്നുമില്ല. നമ്മുടെ സാധാരണ ഒരു ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. നമ്മൾ ഇഞ്ചി സവാള വെളുത്തുള്ളിയൊക്കെ വഴറ്റി പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് മസാലയൊക്കെ ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങി ഇളക്കി നന്നായിട്ട് കുറുക്കി എടുക്കുന്ന ചാറോട് കൂടി ഒരു ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, ചിക്കൻ്റെ വെള്ളം ഇറങ്ങുന്നിടം വരെ. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ ഈ ചിക്കന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പരിപ്പും വെച്ചിട്ടുണ്ട്. പരിപ്പ് ഞാനിങ്ങനെ വറുത്തിട്ട് നന്നായിട്ട് കഴുകി അതേപോലെ തൊലിയൊന്നും കളയാതെ കുക്കറിലിട്ട് 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ചിക്കൻ കറി, പരിപ്പ്, പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാരറ്റും ഉള്ളിയും തക്കാളി മല്ലിയിലൊക്കെ ഇട്ടിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ തേങ്ങാച്ചോറ് എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേങ്ങാച്ചോറ് കണ്ടോ, ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചെറിയ ഉള്ളിയും ഉലുവയുടെയൊക്കെ ഒരു മണം. ഉലുവ ഒരു ചെറിയ സ്പൂണേ ചേർക്കാവുള്ളൂ, ഒരുപാട് ചേർക്കരുത്, കഴിക്കും. അപ്പം നമുക്ക് ചോറൊന്ന് പാത്രത്തിലേക്ക് വിളമ്പി എടുത്ത് നോക്കാം തേങ്ങാച്ചോറ് എങ്ങനെയുണ്ടെന്ന്. അപ്പം നല്ല രുചിയുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയൊന്നും വേണമെന്നില്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഞാനിപ്പം ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉള്ളതുകൊണ്ട് അച്ചാർ, ചമ്മന്തി, ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ തേങ്ങാച്ചോറ് കഴിച്ചു, ബാക്കിയുള്ളവരൊക്കെ ഈ കറികളൊക്കെ കൂട്ടി കഴിച്ചു.